ഭയങ്കര സങ്കടത്തിലും ടെൻഷനുമാണ്. സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പം ടെൻഷൻ വരുമ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തു. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നാട്ടിലെത്തിയിട്ട് ചോറുണ്ട്. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ പണം കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ ഇക്ലിപ്പെടുത്താൻ വേണ്ടി ചേച്ചി ഇടുന്ന വീഡിയോസാണ്. ഇതിൽ ഫ്ലൈറ്റ് മിസ്സായി ടെൻഷനാകുമ്പോൾ ചേച്ചി ഒരു മിഠായി കഴിക്കും. മിഠായി കഴിക്കുന്നത് കാണിച്ചത് ആരും കാണാതെ പോകരുത്. പിന്നെ ചൂടാണ്, അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ട് കിടന്നു, അതും ആരും കാണാതെ പോകരുത്. അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചീൻ്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസിൽ ആളുകളെ ഇക്ലി കുളിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് ചേച്ചി ഇടുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം പിന്നെ നമ്മൾ ആ ചാറ്റിലോട്ടാണ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ വീഡിയോ കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും അവരുടെ കാലിലെ സ്റ്റോറികളും വീഡിയോസും കാണുമ്പോൾ അതിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യാൻ കഴിയുമല്ലോ. അതിന് ലൈക്കും ചെയ്ത് അതിലെന്തെങ്കിലും ഒരു ഇമോജി വിട്ട് അതിനെന്തെങ്കിലും അവരുടെ ഇൻബോക്സിൽ പോയി മറുപടി കൊടുക്കുന്ന പുരുഷന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ കൂടെ പോയി കോഫി കുടിക്കുക എന്നുള്ളതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ച് നോക്കുക. ഇതിലോട്ട് നമ്മൾ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സായി കൃഷ്ണൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി, അല്ലെങ്കിൽ സായി കൃഷ്ണയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കേൾക്കാനിടയായി. ഈ രേണുസുധീൻ്റെ ചാറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിങ്ങനെയാണ്: ഇത് തികഞ്ഞ വ്യക്തിഹത്യ, എന്നിട്ടും രേണു പരാതിപ്പെടാത്തത് എന്തുകൊണ്ട്? നിയമക്കുരുക്ക് ഭയന്ന് ഷെഫീനെ പിന്മാറിയെന്ന് സായി കൃഷ്ണ. മെയിൻ സ്ട്രീം വണ്ണിൻ്റെ ഇതിനകത്ത് വന്നിട്ടുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. സായിൻ്റെ ചാനലിൻ്റെ അകത്ത് ഈ ചാറ്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇത് ഫാബ്രിക്കേറ്റഡ് ആയിരിക്കാം എന്നുള്ളതെല്ലാം കേൾക്കാനിടയായി. അതിൽ കുറച്ച് സാധ്യതകൾ നമുക്ക് പറയാം. ഇതിൽ കാണുമ്പോൾ അറിയാം, ഇത് പ്രൊഫൈൽ രേണുസുധിയുടെ പ്രൊഫൈലാണ്, അവരുടെ DP അവരുടെ സബ്സ്ക്രിപ്ഷനാണ്. അവർ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആളുകൾക്ക് കാണാൻ ആവശ്യമായിട്ടിടുന്ന ഇക്കിളി കൊള്ളിക്കുന്ന വീഡിയോസും കാര്യങ്ങളും സ്റ്റോറികളാണ് ഇയാൾ മാർക്ക് ചെയ്ത് അങ്ങോട്ട് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറികൾക്കാണ് റിപ്ലൈ ഈ ഉമ്മ കൊടുക്കുന്ന ഇമോജി, ഹേർട്ടിൻ്റെ ഇമോജിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അതിൽ ടൈം സഹിതം ടുഡേ 3:54 മെസ്സേജ് അയച്ചതിൻ്റെ ടൈം കാണാനുണ്ട്. പിന്നെ അതിൻ്റെ റിപ്ലൈ കൊടുത്ത ടൈമും കാര്യങ്ങളെല്ലാം കാണാനുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു കണ്ടിന്യൂ ചാറ്റ് അതിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് ഫാബ്രിക്കേറ്റഡ് ആവാം എന്നുള്ളതാണ് ഇവരുടെ വാദം. ഇതിൻ്റെ ബാക്കി ചാറ്റും കൂടെ ഷെഫീനത്താക്കി സ്ക്രീൻഷോട്ട് സഹിതം ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ചാറ്റ് ചെയ്ത പ്രസ്തുത വ്യക്തി, UK-യിലുള്ള ആൾ. പിന്നെ ഇവർ മാനേജറായിട്ട് ബന്ധപ്പെടും, ഇവരെ നേരിട്ട് മീറ്റ് ചെയ്യുന്നതിന് റേറ്റ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള ആളുകളെ ഇവർ മീറ്റ് ചെയ്യാറുണ്ട് എന്നും ഇവർ തന്നെ അറിയാതെ ഇവരുടെ കമൻറ്റ് വഴി അഗ്രി ചെയ്യുകയും പിന്നീട് അത് മാറ്റി പറയുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് നല്ലൊരു സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് ഷെഫീന ബീവിത്തേണ്ടത്. ഒരു 200K മേലെ ഉണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരുള്ള ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഇത്രയും നിയമങ്ങളും പോലീസുകാരും അങ്ങനെ നിയമ സാധ്യതകളുള്ള ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും ഇരുന്നിട്ട് ഒരാളെക്കുറിച്ച് യാതൊരു തെളിവുമില്ലാതെ ഒരു ഫാബ്രിക്കേറ്റഡ് തെളിവും വെച്ച് വെറുതെ ഇങ്ങനെ അസഭ്യം വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെയും തോന്നുന്നു? നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? ഒരു AI-യിലോ അല്ലെ വേറെ എന്തെങ്കിലുമോ കൊണ്ട് ഒരു ഫാബ്രിക്കേറ്റഡ് സാധനം ഉണ്ടാക്കിയിട്ട് ഇത് രേണുവിനായിട്ട് ആൾക്കാർ ചാറ്റ് ചെയ്താണെന്നും പറഞ്ഞിട്ട് ഇതാക്കുമോ? അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ വശങ്ങൾ ഇവർ അന്വേഷിക്കാതെ ആ സാധനം ഇവരുടെ ചാനൽ വഴി ഇവർ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമുക്കൊരു സ്ക്രീൻഷോട്ട് കിട്ടി. ഇത് നേരാണോ നേരല്ലേ, ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ യാഥാർത്ഥ്യമില്ലേ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കല്ലേ അതിൻ്റെ ദോഷം വരുന്നത്. അപ്പോൾ അത്ര പോലും ബുദ്ധി ഇല്ലാതെയാണ് ഷെഫീനത്ത പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷെഫീനത്ത എന്നല്ല, വേറെ ഏതൊരു വ്യക്തിയും അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അത്യാവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ വഴി കുറച്ച് പേര് അറിയുന്ന ആൾ, അതും കുറച്ച് ശത്രുക്കളൊക്കെ ഉള്ള ആൾക്കാർ, ഒരുപാട് പേര് പോയിട്ട് ഇങ്ങനെ ചൊറിയുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് കലിപ്പാണ് ഈ ഷെഫീനത്ത എന്ന് പറയുന്ന ആളുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാരും ആയിരിക്കും. അപ്പം ഇത്രയും വലിയൊരു സാധനം ഫാബ്രിക്കേറ്റഡ് പുള്ളിക്കാരൻ്റെ ചാനലിൽ സ്വന്തം കുഴി വെട്ടി പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത് വിശ്വസിക്കുന്നില്ല. അപ്പം സായി കൃഷ്ണ ഒരു മണ്ടത്തരം ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ മറ്റൊരു പോസ്റ്റിന് താഴെ പോയി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് എങ്ങനെയാണ്: യെസ്, ഐ ആം സെലിബ്രിറ്റി, സോ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. യെസ്, നേരിട്ട് മീറ്റപ്പ്, കോഫി കുടി, ഷൂട്ട്, പ്രോഗ്രാം. ഇഫ് യു വാണ്ട് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. നേരിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, നേരിട്ട് മീറ്റ് ചെയ്യുന്നതിന് പൈസ ഈടാക്കുന്നുണ്ട്. പിന്നെ ഒരു ചായ കുടിക്കാനും ഒരാളുടെ കൂടെ കോഫി കുടിക്കാനും ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾക്കും പ്രോഗ്രാമിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവർ പൈസ ഈടാക്കല്ലേ? ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ്റെ ഇത് വഴിയാണോ? സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു ഇതിൽ ഇൻബോക്സ് വഴിയൊക്കെയാണോ ഷൂട്ടിൻ്റെ കാര്യങ്ങൾ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളെല്ലാം ഇവർ ചർച്ച ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇവരുടെ പെർഫോമൻസ് മറ്റേ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് കണ്ടിട്ട് ആരെങ്കിലും വല്ല ഷൂട്ടിനോ പ്രോഗ്രാമിനോ വേണ്ടി ഇൻവൈറ്റ് ചെയ്തതാണോ ഇവർ ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിക്കുക, എത്രയും മോളെ നിൻ്റെ പൈസ ഒരു ദിവസത്തേക്ക്? അപ്പോൾ എൻ്റെ മാനേജറോട് സംസാരിച്ചാൽ മതിയെന്ന് പറയുന്നു. മാനേജർ ഒരു തുക ഫിക്സ് ചെയ്യുന്നു. ശേഷം ഇവർ പ്രസ്തുത കക്ഷിൻ്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ആ വ്യക്തിനെ കാണാൻ പോയി. ഇവരുടെ കൂടെ ഇരുന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അയൽവക്കത്തിരിക്കുന്ന ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ 12-13 രൂപ കൊടുത്ത് ഈസി ആയിട്ട് കോഫി കുടിക്കാം. അത് വിട്ടിട്ട് ഇവളുടെ കൂടെ ഇരുന്ന് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവൾ പറയുന്ന റേറ്റും കൊടുത്തിട്ട് അയാൾ പറയുന്ന സ്ഥലത്തേക്ക് ഇവൾ വരികയോ അല്ലെങ്കിൽ ഇവൾ പറയുന്ന സ്ഥലത്തേക്ക് അയാൾ വരികയോ ചെയ്യുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവും അത് ഏതർത്ഥത്തിലാണ് റേറ്റ് എത്രയെന്ന് ചോദിച്ചത്, ഏതർത്ഥത്തിലാണ് കോൺടാക്റ്റ് ചെയ്തിട്ട് മാനേജറോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ ചാനൽ വഴി ആളുകൾ റേറ്റ് ചോദിക്കുമ്പോൾ അത്
ശരിയായ ഉദ്ദേശത്തോടെ ആണോ എന്നുള്ളതൊക്കെ മിനിമം കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ശ്രീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്, ഇവർ ഈ സ്വർണ്ണക്കടത്തിനാണ് ഇതിനാണ് ഗൾഫ് പോകണമെന്നൊക്കെ പറഞ്ഞതാക്കിയ സമയത്തൊക്കെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ സ്വർണ്ണത്തിൻ്റെ സാധനങ്ങളൊക്കെ പിടിച്ചുള്ളതും കസ്റ്റംസാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് AI ഇമേജസ് വെച്ചിട്ട് ആളുകൾ ട്രോളുന്ന രീതിയിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇവർ മിണ്ടുന്നില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ സായി കൃഷ്ണൻ്റെ പോസ്റ്റ് കണ്ടുകൊണ്ട് അതേമാതിരി ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നോ AI ജനറേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ വേറെ ആരാണ്ടോ ഇവരുടെ അത് ഹാക്ക് ചെയ്ത് എന്തോ ചെയ്തതാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറത്ത് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർ തന്നെ ആ പോസ്റ്റിൻ്റെ താഴെയിട്ട കമൻറ്റ് ഇവർ കൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ ഇങ്ങനെ മോക്ക് ചെയ്തും കളിയാക്കിയും പോസ്റ്റ് ഇടും. ഈ പറഞ്ഞ കാര്യത്തിന് അവർക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് അവരെ ഏശുന്ന കാര്യമേ ഇല്ല. അതേമാതിരി തന്നെയാണ് ഹനാൻ്റെ വിഷയം. അപ്പോൾ ആളുകൾ ഇത് വെച്ച് പറയുന്നുണ്ട് ഇവർ ഗൾഫിൽ പോകുന്നത് സ്വർണ്ണക്കടത്തിനായിരിക്കില്ല, ഇത് ബേരം പേശി ഇങ്ങനെ ഒരു പരിപാടിക്കാണ് ഇവർ ഗൾഫ് രാജ്യങ്ങൾ നിരങ്ങി നടക്കുന്നതെന്നാണ് ആളുകൾ കമൻറ്റ് ബോക്സ് വഴിയും പല വീഡിയോസിലും പറയുന്നത്. ഞാൻ ഉൾപ്പെടെ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇപ്പം സ്വർണ്ണക്കടത്തിന് ഇവരിങ്ങനെ കളിയാക്കി പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിന് ഇവരങ്ങനെ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പം സ്വർണ്ണക്കടത്തല്ല ഇവരുടെ മെയിൻ ബിസിനസ്. കരീഷ്മ ഇവരുടെ റേറ്റും കാര്യങ്ങളും ബേരം പേശിയിട്ട് ഇവർ അവിടെ പോയിട്ട് വേറെ പല പരിപാടികൾക്കുമാണ് മറ്റുള്ളവരായിട്ട് മീറ്റപ്പ് ചെയ്യുന്നതെന്നാണ് എനിക്കും ഒരു കുറച്ച് പെർസെൻറ്റേജെങ്കിലും വിശ്വാസ്യത തോന്നുന്നത് കേട്ടോ. കാരണം ഇവരുടെ പോക്ക് അങ്ങോട്ടാണ്. ഏത് വിധവയായ സ്ത്രീയാണ് പണം കൊടുത്ത ആളുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അല്ലെങ്കിൽ ഇവരെ കാണണം, അയാൾ മൂത്തൊരു ആരാധകനാണെങ്കിൽ ഇയാൾക്ക് അവിടെ പോയി കണ്ടൂടെ? അല്ലെങ്കിൽ അവിടെ പോയി കണ്ടൂടെ എനിക്കൊന്ന് കാണാൻ, ഞാൻ വലിയ ഫാനാണെന്ന്? അതിൻ്റെ റേറ്റ് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ ശാരിക KB രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണുമ്പിള്ളേക്ക് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ വെളുപ്പിക്കാൻ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് തോന്നും എൻ്റെ ഇതൊക്കെ ഒന്ന് താന്നിരിക്കുകയാണല്ലോ, അപ്പം കുറച്ചൊന്ന് പൊന്തണമല്ലോ എന്ന് കരുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു രംഗത്തിറങ്ങുകയാണെന്ന്. അല്ലാണ്ട് ഈ സമയത്ത് ഈ വള്ളി കയറി പിടിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ആ സ്ത്രീക്കില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളെല്ലാം ഒരു ഇതുമില്ലാണ്ട് പുറത്ത് വിടത്തില്ലല്ലോ. എന്തൊക്കെയോ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ ഷെഫീന ബീവി അത് പുറത്ത് വിട്ടിട്ടുള്ളത്. ആ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാണ്ട് ട്രെയിനിന് കൊണ്ടുപോയി തലവെക്കുക എന്ന് പറയുന്നവരെ രേണുവിനെയും സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ വീഡിയോ കാണാം. സോ എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന് ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിന്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. പേടിക്കണമെങ്കിൽ ഒരു ബുദ്ധിയൊക്കെ വേണം. അത് രേണുവിനില്ല, അതുകൊണ്ടാണ് പേടിക്കാൻ. പിന്നെ രേണുവിൻ്റെ കൂടെ നിങ്ങളൊക്കെയല്ലേ ഉള്ളത്, ഇങ്ങനെ 10 പൈസയ്ക്ക് ബോധമില്ലാത്തവർ. അപ്പോൾ കുറച്ച് തെറിയൊക്കെ കേൾക്കേണ്ടി വരും മിക്കവാറും. എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ എനിക്കറിയാം, ശാരിക കേബിക്ക് അറിയാം. ശാരിക കേബിയുടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ടപ്പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും സാധാരണ സെലിബ്രിറ്റികൾ, അങ്ങനെ ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീവിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേ വെള്ളവും തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും ഒന്ന് ചിരിച്ചേക്ക്, വലിയ ക്ലീഷേ കോമഡി അടിച്ചതല്ലേ. പുള്ളിക്കാരി ഇപ്പോൾ അടുത്ത് ഏതോ രേണുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് റീച്ച് കിട്ടിയിരുന്നാൽ പിന്നെ അടുത്ത വള്ളിയും കയറി പിടിച്ചേക്കാം, അതിനൊരു റീച്ച് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് വെളുപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്. ഇവർ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസും കണ്ടിട്ട് ഇങ്ങനൊരു സുധിയുടെ ലേബലിൽ ഇങ്ങനെ ഫേമസ് ആയി വന്ന്, ഞാൻ സുധീനെ കല്യാണം കഴിക്കുള്ളൂ, സുധി മരിച്ചു കഴിഞ്ഞാൽ വേറൊരാളില്ല, മാരേജിനെ കുറിച്ച് ചിന്തിക്കാനേ വയ്യ, അത് മരണത്തിന് തുല്യമാണ്, പിന്നെ അത് എന്താണ് ലിവിങ് ടുഗദറായി, അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കില്ല 2 വർഷം കൊണ്ട്, മക്കളെ നോക്കുന്ന ആളാണെങ്കിൽ കല്യാണം കഴിക്കും, പൈസക്കാരനാണെങ്കിൽ കല്യാണം കഴിക്കും, പിന്നെ അങ്ങനെ ഒരു മുസ്ലിമിനാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ എന്തോരം കാര്യങ്ങൾ ഇവരെ ചുറ്റിപ്പറ്റി നടന്നു. ആ സുധീൻ്റെ പേരിൽ വന്ന് കണ്ണീരും കൈയായിട്ട് ഇപ്പോൾ അവരെ പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവർ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവർക്കൊന്ന് നിലനിൽപ്പിന് വേണ്ടി അവർ ആ പേര് ഉപയോഗിച്ചു. ഇപ്പോഴും സ്വന്തം സ്വബോധം കൊണ്ട് ചിന്തിക്കാനുള്ള ബോധം ഈ ശാരിക കേബിക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ശരി, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുധിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോട്ടെ. ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ, അവർ ചെയ്യുന്ന വൃത്തികെട്ട റീലുകൾ, പൈസയ്ക്ക് ആളുകളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ ഇവരെക്കുറിച്ച് പറയുന്ന മോശം കഥകൾ, വളർന്നു വരുന്ന ഋതപ്പൻ വളർന്നു വരുന്ന സമയത്ത് സ്വന്തം അമ്മേനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ, ഇവരുടെ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസും മറ്റും അവിടെ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നതും, ചക്കരയെ തേനെ പാലേന്ന് ഒലിപ്പിക്കുന്നതും, മുട്ടായി തിന്നുമ്പോൾ വരെ കുഞ്ഞിന് സ്വന്തം മാറിടം കാണിച്ചു കൊടുക്കുന്നു. ഒരു മകൻ എന്ന രീതിയിൽ ആ കുട്ടീൻ്റെ വളർച്ചേൻ്റെ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആ കുട്ടിയെ കാണാനോ അറിയാനോ ഇടയാകുമ്പോൾ അതിൻ്റെ മനസ്സ് തകരുന്ന അവസ്ഥ ഒരമ്മ എന്ന നിലയിൽ ശാരിക കേബിക്ക് ചിന്തിച്ചൂടെ? അതുപോലും ചിന്തിച്ച് കൂട്ടുകാരി ആയിക്കോട്ടെ അതിനെ തിരുത്താൻ നിൽക്കാതെ
ഇങ്ങനെ അവർക്ക് വെള്ളപൂശി കൊടുക്കുന്ന നിങ്ങൾ ആ സ്ത്രീക്ക് തുല്യം നിൽക്കുകയാണോ? നിങ്ങൾക്ക് മകളും മക്കളൊക്കെ ഉള്ളതല്ലേ? അതെങ്ങനെ ബോധം വേണ്ടേ? എന്താണെങ്കിലും ഷെഫീനത്തെ പീഡിച്ച് മാളത്തിനകത്ത് ഇരിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പുള്ളിക്കാരി ഇച്ചിരി സ്ട്രോങ് ആണ്. ഇതിന് മുമ്പും പല കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇതും ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. പിന്നെ അതിൻ്റെ പിറകുന്ന് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീട്ട കേസൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതിലും നല്ലത് ആ ഭാഗം കണ്ടില്ല എന്ന് വിചാരിക്കുന്നതാണെന്ന് കരുതി കാണും. ഒത്തിരി സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളുണ്ട്, അതൊക്കെ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം വന്നു കഴിഞ്ഞാൽ അധികൃതരെ ഏൽപ്പിക്കും, സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരുപക്ഷെ സുധിയെയും സുധിയേൻ്റെ ആദ്യത്തെ മകൻ കിച്ചുവിനെയും ഇപ്പോൾ സുധിയിൽ ജനിച്ചിട്ടുള്ള മകനെയും ചിന്തിച്ചതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അവരൊരു സ്ത്രീയാണ്. നാളെ തൻ്റെ അമ്മേനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് തൊലി ഉരിയേണ്ട ഒരു അവസ്ഥ റിതപ്പന് വരണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം മിക്കവാറും. അപ്പോൾ പിന്നെ അവരുടെ മൗനം ആരും മുതലെടുക്കാൻ നിൽക്കണ്ട, വെറുതെ കയറി ചൊറിഞ്ഞ് പണി വാങ്ങണ്ട എന്ന് നിസ്സാരമായിട്ട് പറയുന്നു. മറ്റൊരു വീഡിയോ ആണ് ഇതുവരെ.